തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു വാലറ്റ്, ഒരു ലെതർ വാലറ്റ് ഉണ്ടാക്കിയിട്ട് അതിനൊരു ക്വാളിറ്റി പറയാൻ എനിക്ക് ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്, അതിനൊരു വാല്യൂ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ പേജുകൾ ഉണ്ടാക്കി ആ പേജുകളിൽ ഇതിനെ ഞാൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ചുമ്മാ അങ്ങ് പബ്ലിഷ് ചെയ്താൽ ആരും അങ്ങ് മേടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഈ മേടിക്കുന്ന ആൾക്ക് അയാൾക്ക് മുടക്കുന്ന കാശിൽ നിന്നും ഒരു മുതലായി. നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ ഏത് സാധനം മേടിച്ചാലും നമുക്ക് നഷ്ടം തോന്നിയെന്നോർത്ത് നമ്മൾ ഒരു സാധനവും മേടിക്കത്തില്ല. അപ്പം അതാണ് ബേസിക് തിങ്. അപ്പം അതെങ്ങനെ എൻ്റെ പ്രോഡക്റ്റിൽ കൊണ്ടുവരാമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നതോടൊപ്പം തന്നെ ഈ പർച്ചേസ് ചെയ്ത ആൾക്ക് അയാളുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് അയാൾക്ക് അതിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു വാലറ്റിന് ഒരു എക്സ്ട്രാ വാല്യൂ കിട്ടി എന്നും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക, റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക, തോന്നിപ്പിക്കലല്ല.